തേങ്ങാവെള്ളമൊക്കെ ചേർത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം അഥവാ പ്ലേറ്റപ്പം തയ്യാറാക്കിയെടുക്കാം. തേങ്ങ പൊട്ടിച്ച് അതിന്റെ വെള്ളം എടുത്തിട്ട് അതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി 2 ഗ്ലാസ് പച്ചരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴുകി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു കയ്യിൽ ചോറും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കണം. 2 ഭാഗമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ഇതുപോലെ കൈവച്ച് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കാം. ഞാനിത് രാത്രിയാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലോണം ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടയി കൊടുത്ത് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. 15 മുതൽ 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. പഞ്ചസാര ഒഴിവാക്കിയിട്ട് വെറും ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. തേങ്ങാവെള്ളം ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ